നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. Powered by Liotech Solar Solutions, Mayil Foodstuffs, Mookanur and Cochin Kalabavan Ankamali franchise. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാംലീല മൈതാനിയിൽ തയ്യാറാക്കിയ സത്യപ്രതിജ്ഞാ വേദിയിൽ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. ട്രെയിനിനടിയിൽപ്പെട്ട് മലയാളി സ്റ്റേഷൻ മാസ്റ്റർക്ക് ദാരുണാന്ത്യം. മധുര കല്ലിഗുഡി സ്റ്റേഷനിലെ അനുജ് ശേഖറാണ് മരിച്ചത്. ചെങ്കോട്ട ഈറോഡ് ട്രെയിനിൽ ഓടിക്കയറാൻ ശ്രമിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. എറണാകുളം കളമശ്ശേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ KSEB ജീവനക്കാരി ലോറി കയറി മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ KSEB. VM മീനയുടെ മരണത്തിനിടയാക്കിയത് പോലീസ് പരിശോധനയെന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ രജികുമാർ പറഞ്ഞു. പരാതിയുമായി ജില്ലാ കളക്ടറെ സമീപിച്ചു. പരിശോധനാ ദൃശ്യങ്ങൾ കൈമാറി. ഇന്നലെ വൈകിട്ടാണ് KSEB ജീവനക്കാരി VM മീന അപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. UGC കരട് നിർദ്ദേശങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണെന്നും പുനഃപരിശോധന ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനുവരി 6 UGC കരട് റെഗുലേഷനുകൾ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UGC കരട് നിർദ്ദേശങ്ങൾ ഫെഡറലിസത്തെ തകർക്കുന്നതാണെന്നും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ടെസ്ല പ്ലാന്റ് ഇന്ത്യയിൽ തുടങ്ങുന്നത് അമേരിക്കയോടുള്ള അനീതി. മസ്കിനെ അതൃപ്തി അറിയിച്ച ട്രംപ് അമേരിക്കൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഇന്ത്യ പ്രവേശനത്തിന്റെ സൂചന നൽകിക്കൊണ്ട് ജീവനക്കാരെ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ടെസ്ല ഇന്ത്യയിലെ നടപടികൾ ആരംഭിച്ചത്. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വിശാഖപട്ടണം ചാരക്കേസിൽ മലയാളി ഉൾപ്പെടെ 3 പേർ കൂടി അറസ്റ്റിലായി. മലയാളിയായ PA അഭിലാഷിനെ കൊച്ചിയിൽ നിന്നാണ് NIA സംഘം അറസ്റ്റ് ചെയ്തത്. നാവിക പ്രതിരോധ രഹസ്യ വിവരങ്ങൾ ഉൾപ്പെടെ ചോർത്തിയ കേസിലാണ് നടപടി. ഇതോടെ അറസ്റ്റിലായവരുടെ ആകെ എണ്ണം 8 ആയി. പിടിയിലായവർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പാക് ചാര സംഘടനയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് NIA കണ്ടെത്തൽ. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 960555707.
രേഖകളില്ലാത്ത വിദേശികൾക്കെതിരായ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൻതോതിലുള്ള നടപടികളുടെ ഭാഗമായി യുഎസിൽ നിന്നും നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാർ ഉൾപ്പെടെ ഏകദേശം 300 അനധികൃത കുടിയേറ്റക്കാരെ പനാമയിലെ ഒരു ഹോട്ടലിൽ തടങ്കലിൽ വച്ചിരിക്കുകയാണ്. പനാമ സിറ്റിയിലെ ഡെക്കാപോലീസ് ഹോട്ടലിന്റെ ജനാലകളിൽ ദയവായി ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങൾ സുരക്ഷിതരല്ല എന്നീ ബോർഡുകൾ ഉയർത്തിപ്പിടിച്ച് നിരാശരായ നാടുകടത്തപ്പെട്ടവർ നിൽക്കുന്ന ചിത്രങ്ങൾ പ്രധാന വാർത്താ ഏജൻസികൾ പങ്കിട്ടു. വയനാട് കൽപ്പറ്റയിൽ കുടുംബ കോടതിയിൽ ബോംബ് ഭീഷണി. കോടതിയിൽ ബോംബ് വെച്ചെന്ന ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഉടൻ പോലീസിലും ബോംബ് സ്ക്വാഡിലും വിവരം അറിയിച്ചു. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്ത് 1 മണിക്കൂറോളം പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താനായില്ല. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.